കുത്തഴിഞ്ഞ ആൺപെൺ ബന്ധങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ യാതൊരു വിലക്കുകളില്ല. ഓരോരുത്തരും അവനവന് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. നല്ല വാപ്പാര മക്കള്, നല്ല എല്ലാറ്റിനും കൊള്ളുന്ന നല്ല വാപ്പാര മക്കള്, നല്ല മതബോധവും കാര്യമൊക്കെ ഉള്ള മക്കള്, നല്ല മുഖമക്കനൊക്കെ അണിഞ്ഞുകൊണ്ട് തന്നെ നടക്കണ പെൺകുട്ടികൾ, അക്കാര്യത്തിൽ വലിയ മാത്രമല്ല ചിലപ്പോൾ നല്ല സംഘടനയിലൊക്കെ നല്ല പ്രവർത്തകരൊക്കെ ആയ ആളുകൾ, അവരൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് കണ്ടാൽ ഇവരൊക്കെ ഏത് ലോകത്താന്ന് തോന്നിപ്പോകും. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് യാതൊരു ബോധമില്ലാത്തതുപോലെയാണ്. അവനവൻ്റെ ഭാര്യമാരെ പോലെയാണ് സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടൊപ്പം പല ആളുകളും ഫോട്ടോ പോസ്റ്റ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ പരസ്പരം വായിൽ പരസ്പരം ലഡു നൽകലും മിഠായി നൽകലും കെട്ടിപ്പിടിക്കലും എല്ലാം. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് ഈ ഏറ്റവും ചുരുങ്ങിയത് ഇത് ലോകം മുഴുവൻ കാണുന്ന ഈ ഇൻസ്റ്റഗ്രാമിലോ മറ്റിലൊന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു സാമാന്യ ബുദ്ധി പോലും പലപ്പോഴും പഠിച്ച ആളുകൾ ചെയ്യില്ല. അവർക്ക് അതിൽ അഭിമാനമാണ്. കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ഫോട്ടോ അതിനേക്കാൾ വഷളായതാണ്. അപ്പം ഞാൻ അത്രയൊന്നും വഷളല്ലെങ്കിലും കുറച്ചൊക്കെ അതിലേക്ക് പോകട്ടെ എന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ മക്കളെ എപ്പോഴും ഒഴുക്കിനെതിരെ നീന്താനാണ് പഠിപ്പിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രക്ഷിതാക്കൾ മക്കളെ ഈ കാലഘട്ടത്തിൽ ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കണം. ഒഴുക്കിന് അനുകൂലിച്ച് ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് വലിയൊരു കഴിവൊന്നുമല്ല. ഒഴുക്കിനെതിരെ നീന്തി ശീലിപ്പിക്കണം. അങ്ങനെ നീന്തി ശീലിപ്പിച്ചെങ്കിലേ അവർക്ക് ത്രാണിയോടുകൂടി ഇത്തരം സന്ദർഭങ്ങളിൽ നിലനിൽക്കാനാവുകയുള്ളൂ, അവർക്ക് പിടിച്ചു നിൽക്കാനാകുള്ളൂ. അല്ലെങ്കിൽ അവർ ഈ കാണുന്ന എല്ലാ സ്ഥലത്തും കാണുന്നതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായി അവരും അങ്ങോട്ടാണ് മാറും. ഇതിൽ ഇന്നത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, ഇത് എനിക്ക് യോജിച്ചതാണോ, എൻ്റെ കുടുംബത്തിന് യോജിച്ചതാണോ, ഞാൻ നിലനിൽക്കുന്ന ആശയങ്ങൾക്ക് യോജിച്ചതാണോ എന്നുപോലും നോക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിലനിൽക്കാനും പിടിച്ചു നിൽക്കാനുമുള്ള ഒരു ത്രാണി നമ്മുടെ മക്കൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ. നിങ്ങളുടെ ലോകം, മുതിർന്നവരുടെ ലോകം ഒന്നാണ്, നമ്മളുടെ കുട്ടികളുടെ ലോകം അത് മറ്റൊന്നാണ്. ആ കുട്ടികളുടെ ലോകത്തെപ്പറ്റി നിങ്ങൾക്ക് മുതിർന്ന ആളുകൾക്ക് പലപ്പോഴും അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ ഏജിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട്, നല്ല ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളെ ഒക്കെ അത്തരം സംഗതികളെപ്പറ്റി ബോധവാന്മാരാക്കണം. ഇല്ലെങ്കിൽ എവിടേക്ക് നമ്മളെ നാടും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഒക്കെ പോകുക എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല.